വെറുതെ ഇരുന്ന് ബോറടിക്കണേ. ഷിൻചാനൊക്കെ കൂടി ട്രിപ്പിന് പോയിക്കണ ഗൈസ് എന്നെ കൊണ്ടുപോകണ്ട്. എന്ത് കഷ്ടമാണല്ലേ ഗൈസ്. ഈ ഷിൻചാനൊക്കെ കൂടി എന്തിനാണ് ഗൈസ് ട്രിപ്പിന് പോണ? എന്നാലും നമ്മൾ വീട്ടിൽ ഒറ്റയ്ക്കിരിക്കണല്ലേ, നൈസായിട്ട് ഇതിലൊരു വണ്ടി പൊക്കാം. അതാണ് എൻ്റെ പ്ലാൻ. ഫ്രാങ്ക്ലിൻ അണ്ണൻ്റെ ഏറ്റവും ഫേവറേറ്റ് വണ്ടി അങ്ങനെ ഞാൻ പൊക്കാൻ പോണ. ഗൈസ്, റോയൽ എൻഫീൽഡ് 350. നീ വണ്ടി പൊക്കിയിട്ട് വന്ന ഫ്രാങ്ക്ലിൻ അണ്ണനെ ചീത്ത പറയും. പക്ഷേ ചീത്ത പറയാൻ ഞാൻ കിടന്ന് കരയും. അതാണ് എൻ്റെ ബുദ്ധി. അപ്പോൾ ഫ്രാങ്ക്ലിൻ അണ്ണൻ എന്നെ ചീത്ത പറയൂല. യുഹൂ, വണ്ടി ഓടിക്കാൻ നല്ല രസം. വാവ്, സൂപ്പർ വണ്ടി ഗൈസ്. ഷിൻചാൻ ഉണ്ടായെങ്കിൽ ഇതൊക്കെ അനുഭവിക്കാൻ പറ്റിയത്. വാവ്, കിടിലം വണ്ടി. ലാല എന്ത് സുഖമാണ് റോയൽ എൻഫീൽഡിന്റെ വണ്ടി. വാവ്, ഇതിന്റെ ഗിയർ എങ്ങനെ മാറണെന്നറിയോ ഗൈസ്? ഞാൻ ചെക്ക് ചെയ്യട്ടെ. ഹായ്, ലെഫ്റ്റിൽ സൈഡിലൊരു ബ്രേക്ക് ഇരിപ്പുണ്ടല്ലോ ഗൈസ്. നമുക്ക് ഈ ബ്രേക്കിൽ പിടിച്ച് നിൽക്കാം. ഹായ്, ബ്രേക്കിൽ പിടിച്ചേക്കിയപ്പോൾ വണ്ടി എന്നാ മുമ്പിലോട്ട് നീങ്ങാത്തത് ഗൈസ്. ബ്രേക്കിൽ പിടിച്ചേക്കിയപ്പോൾ വണ്ടി ഇറങ്ങാനുള്ള ഗൈസ്. എൻ്റെ പൊന്നോ ഗൈസ്, ബ്രേക്കിൽ പിടിച്ചേക്കിട്ട് വണ്ടി ഇറങ്ങില്ല. പക്ഷെ വൈബ്രേറ്റ് അവിടെ ഉണ്ട്. എനിക്ക് തോന്നണതേ അവിടെ ഒരു സ്വിച്ച് ഉണ്ടല്ലോ അടിയിൽ. ഹായ്, ആ സ്വിച്ച് പിടിച്ചേക്കാം. എൻ്റെ പൊന്നു ഗൈസ്, ഇതെന്താണ്? ഗൈസ്, നമ്മൾ ബെന്യണന്റെ വർക്ക്ഷോപ്പിലാണ് എത്തിയത്. നമുക്ക് നൈസായിട്ട് ഫ്രാങ്ക്ലിനൊരു പണി കൊടുത്താലോ? നമുക്ക് വണ്ടിയിൽ പിങ്ക് കളർ അടിച്ച് വെക്കാം ഗൈസ്. ഫ്രാങ്ക്ലിൻ അണ്ണന്റെ വണ്ടി ചപ്പറി വണ്ടിയാക്കി വെക്കാം. ഫ്രാങ്ക്ലിൻ അണ്ണൻ വരുമ്പോളേ ഞെട്ടിക്കോളും. ഫ്രാങ്ക്ലിൻ അണ്ണനെ ഞാൻ മണ്ടനാക്കാൻ പോണാണ് ഗൈസ്. ഗൈസ്, നമ്മൾ ഫ്രണ്ടിലും ബാക്കിലൊക്കെ വലിയ കാട്ട വീലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് ഗൈസ്. ഫ്രാങ്ക്ലിൻ അണ്ണൻ വരുമ്പോ ചപ്പറി വണ്ടി എന്ന് പറഞ്ഞിട്ടിരിക്കും. അയ്യേ ഗൈസ്, ഫ്രാങ്ക്ലിൻ അണ്ണന്റെ വണ്ടി എന്ത് സുഖം ഗൈസ്. എന്തെങ്കിലും എല്ലാം പൊപ്പിക്കുമ്പോ ഗൈസ് വലിയ ഡയറൊക്കെ ഇട്ടിട്ട് നല്ല രസമുണ്ട് കേട്ടോ ഓടിക്കാൻ. വാവ്, കിടിലം രസം. വാവ്, നല്ല രസം നല്ല കിടിലം വണ്ടി. യൂഹൂ, ആനട്ടയർ വണ്ടി കിടിലം വണ്ടിയാണ്. ആനട്ടയർ വണ്ടി ഇത് കയറും. ഈ കയറ്റമൊക്കെ സിമ്പിളായിട്ട് കയറിൻ്റെ. പിന്നെ ഓഫ് റോഡ് കയറ്റം പറ്റുള്ളല്ലോ, അതെന്തെങ്കിലും ആവട്ടെ. യൂഹൂ ഗൈസ്, ഒറ്റ മിനിറ്റ്, വണ്ടി എന്നാലും മോഡിഫൈ ചെയ്തത് ഗൈസ്. നമുക്ക് റോയൽ എൻഫീൽഡ് ഹിമാലയൻ പോലെ ആക്കിയാൽ ഈ വണ്ടി ആദ്യം നല്ല എങ്ങനെയാണ് ഹണ്ടറിൽ നിന്ന് ഹിമാലയനാക്കാം. വാവ്, അത് കിഡിലും മോഡിഫിക്കേഷൻ ആയിരിക്കും. റോയൽ എൻഫീൽഡ് 100 to ഹിമാലയൻ 350. വാവ്, സൂപ്പർ ഐഡിയ. ഈ പിഞ്ചാൻ്റെ ഐഡിയ ബുദ്ധി അപാരം തന്നെയാണ്. ബോഡി കളറൊക്കെ ഞാൻ അങ്ങോട്ട് പഴയ പോലെ ആക്കട്ടെ. വീലെന്തേ യൂഹൂ, എൻ്റെ വീലെന്താ ശരിയാവാത്തത്? ഇപ്പം ശരിയായി ഗൈസ്. നമ്മുടെ ഫ്രണ്ട് സസ്പെൻഷൻ ഹിമാലയനിലുള്ള പോലെ തന്നെ അങ്ങോട്ട് പൊക്കി വെക്കാൻ പോണാണ്. കണ്ട ഗൈസ്, ഇപ്പം ഏകദേശം ഒരു ഹിമാലയൻ്റെ ലുക്ക് വന്നില്ലേ? വന്നിട്ടുണ്ട്. ബാക്കിൽ ഹിമാലയൻ ലുക്ക് വന്നില്ലല്ലോ. ബാക്കിൽ കൂട്ടുമ്പോൾ ഹിമാലയൻ ലുക്ക് വരും. ബാക്കിൽ എത്രയും കൂട്ടണ്ട ഗൈസ്, ബാക്കിൽ ഇത്ര മതി. ഇപ്പോൾ ഒരു ഹിമാലയൻ ലുക്ക് വന്ന് നൈട്രോ അങ്ങോട്ട് കയറ്റിയേക്കാം. ഹിമാലയനായി ഗൈസ് നമ്മുടെ വണ്ടി. റോയൽ എൻഫീൽഡ് ഹിമാലയനാക്കി അമ്മ. ഈ പിഞ്ചാൻ്റെ ബുദ്ധി എങ്ങനെയുണ്ട് ഗൈസ്? റോയൽ എൻഫീൽഡിനെ ഹിമാലയനാക്കി കളഞ്ഞ അല്ലേ? ഈ പിഞ്ചാൻ്റെ ബുദ്ധി അപാരം. റോയൽ എൻഫീൽഡിനെ ഹിമാലയനാക്കിയില്ലേ ഗൈസ്? എനിക്ക് ഹിമാലയൻ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. ഫ്രണ്ടൊക്കെ ഞാൻ പൊക്കി ഓടിക്കാനുണ്ട് ഗൈസ്. ആർക്കും ഇങ്ങനെ ഓടിക്കാനൊന്നും പറ്റൂല. കാരണം ഈ പിഞ്ചാന് മാത്രം അങ്ങനെ ഓടിക്കാൻ പറ്റുള്ളൂ ഗൈസ്. കണ്ട ഗൈസ്, ഞാൻ എൻ്റെ സ്കില്ലാണ് ഇതൊക്കെ. കണ്ട അല്ലേ? ഫ്രാങ്ക്ലിൻ അണ്ണനും ഷിൻചാനൊക്കെ കൂടി വരുമ്പോൾ ഞെട്ടിപ്പോവും. കാരണം ഞാൻ ഈ വണ്ടി ഹിമാലയനാക്കിയല്ല. ഫ്രണ്ട് പൊക്കി വളക്കാം. വാവ്, കിടിലം പൊളി. എൻ്റെ പൊന്നു ഗൈസ്, ഫ്രണ്ട് പൊങ്ങ വീഡിയോ ഫ്രണ്ട് പൊങ്ങ. ഫ്രണ്ട് പൊക്കിയല്ല. ഈ പിഞ്ചാനാരെന്ന വിചാരം ഫ്രണ്ട് വരെ പോക്കാനുള്ള കഴിവുണ്ട്. ഓട്ടോമാറ്റിക് ഗേറ്റ് തുറക്കൂ സീസേ. കണ്ട ഗൈസ്, തുറക്കു സീസൺ എന്ന് പറയുമ്പോൾ നമ്മുടെ ഗേറ്റൊക്കെ തുറയും. പൊളി ഫ്രണ്ട് വെക്കാൻ പൊളി. വാ
നമുക്കിപ്പോൾ വണ്ടി ഇവിടെ അങ്ങോട്ട് പാർക്ക് ചെയ്യാം. നമ്മുടെ വണ്ടിയുടെ ലുക്ക് എങ്ങനെയുണ്ട് ഗൈസ്? കിടിലൻ ലുക്കായില്ലേ? നമ്മുടെ വണ്ടി ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്കും ഷെയർ സബ്സ്ക്രൈബും ചെയ്യാം ഗൈസ്. കിടിലൻ വണ്ടിയായില്ലേ ഗൈസ്? വണ്ടിൻ്റെ സസ്പെൻഷൻ്റെ ഗ്യാപ്പ് നോക്കി ഗൈസ്. ബാക്കിലെ സ്പ്രിങ് എന്ത് വലുതായി ഗൈസ്. വാവ്. ഫ്രണ്ടിലത്തെ ഷോക്കിൻ്റെ സൈസ് കണ്ട ഗൈസ് നിങ്ങൾ? കിടിലായി. വാവ്. നമുക്ക് ഈ വണ്ടിയും കൂടി ഒന്ന് മോഡിഫിക്കേഷൻ ചെയ്യാം. ഫ്രാങ്ക്ലിനാണ് ഓൾറെഡി മോഡിഫിക്കേഷൻ ചെയ്തതെന്ന് തോന്നുന്നു. ഈ പിഞ്ചാനായിട്ട് എല്ലാ വണ്ടിയും ഞാൻ മോഡിഫിക്കേഷൻ ചെയ്യും. കാരണം ലോകത്തിൽ തന്നെ ഏറ്റവും നല്ല മോഡിഫിക്കേഷൻ ചെയ്യുന്ന ആർട്ടിസ്റ്റാണ് ഈ പിഞ്ചാൻ. ഈ പിഞ്ചാൻ അത്ര മോഡിഫിക്കേഷൻ സ്കില്ലൊന്നും ഒരുത്തനുമില്ല. കാരണം ഈ പിഞ്ചാൻ മോഡിഫിക്കേഷൻ സാധനങ്ങൾ മേടിപ്പിച്ചിട്ട് വെച്ചാൽ പിന്നെ അമ്മ അതൊരു കിടിലൻ മോഡിഫിക്കേഷൻ ആയിരിക്കും. ഇതാണ് ഷിൻജാൻ്റെ പിഞ്ചാൻ്റെ ഒക്കെ പ്രത്യേകത. ഷിൻജാനയിലും സ്കില്ലേ ഈ പിഞ്ചാനാണല്ലേ എന്നാണ് ഞാൻ നിങ്ങൾ വിശ്വസിക്കോ? ഇല്ല ഗൈസ്. എന്നാൽ നിങ്ങൾ ഇനി വിശ്വസിക്കണം. ഷിൻജാനയിലും കൂടി ഈ പിഞ്ചാനാണ്. അല്ലേ 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 അല്ലേ. വണ്ടി നമ്മങ്ങളുടെ ഗ്യാരേജ് കയറ്റി നമ്മങ്ങളുടെ വണ്ടി ഗ്യാരേജ് കയറ്റി ഗൈസ്. ഇനി നമുക്ക് വീൽസിൽ പോകാം, സസ്പെൻഷൻ എടുക്കാം, ഫുള്ളി കുറക്കുക. ഡൗൺ ഗ്രേഡ് ചെയ്തിട്ടുണ്ട് സസ്പെൻഷൻ. റിമിൻ്റെ കളർ ഒന്നും ഇടണ്ട. നൈട്രോ ആയിട്ടാം. വണ്ടീൻ്റെ കളർ ജസ്റ്റ് ഒന്നും മാറ്റിയല്ല. വൈറ്റ് അടിക്കാം. വേണ്ട BMW വണ്ടി ആയതുകൊണ്ട് കളറൊക്കെ ഒറിജിനൽ തന്നെ നല്ലത്. കിടിലൻ ലുക്ക് ഒറിജിനലായിരിക്കും ഗൈസ്. നമ്മുടെ രണ്ട് വണ്ടി ഇപ്പോൾ ഒരേപോലെ വൈബായില്ലേ ഗൈസ്? വൈബ് വണ്ടിയാണ്, വൈബ് വണ്ടി ഗൈസ്. ഇതിൻ്റെ ബൂസ്റ്ററിന് ക്യുക്ക് ആക്ഷൻ ഉണ്ട് കേട്ടാ. 100 പോലെ അല്ല, സ്പോർട്ട് ബൈക്ക് ആയതുകൊണ്ട് ഇപ്പോൾ ക്യുക്ക് ആക്ഷൻ ഉണ്ട് ഗൈസ്. ജസ്റ്റ് എനിക്ക് സ്പോർട്ട് ബൈക്കാണ് ഇഷ്ടപ്പെടുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹിമാലയനാണ് ഇഷ്ടപ്പെടുക, കമൻറ്റ് ചെയ്യണേ ഗൈസ്. ഞാൻ കത്തിച്ച് വരണാണ് ഗൈസ് വണ്ടി. പിഞ്ചാൻ സീനാണ് മച്ചമാരെ. കണ്ട ഗൈസ്, നമ്മിപ്പോൾ ഒരു ബാരിയർ വരെ കടന്നു. പിഞ്ചാൻ സീനാണ് മച്ചമാരെ. പിഞ്ചാൻ്റെ അത്തരം കിടിലം മോഡിഫിക്കേഷൻ മച്ചമാരാരുമില്ല. അതാണ് പിഞ്ചാൻ്റെ കഴിവ്. യൂഹൂ ഗൈസ്. ഞാൻ നോർമലി വണ്ടി മോഡിഫിക്കേഷൻ ചെയ്ത് കയറ്റണത് ഗ്യാരേജ് വഴിയാണ്. ഇത് BM ആയതുകൊണ്ട് ഞാൻ അകത്താണ് വെക്കണത്. യൂഹൂ. അകത്ത് വെക്കണ്ട ഗൈസ്, ഗ്യാരേജിൽ തന്നെ വെക്കാം. ഫ്രാങ്ക്ലിനാണ് എങ്ങാനും കൊണ്ട് തന്നെ വഴക്കിടും ഗൈസ്. ഈ വണ്ടി ഇപ്പോൾ കിടിലായിട്ടുണ്ട് കണ്ട ഗൈസ്. വണ്ടി പൊളപ്പനായി. 2 ബൈക്കും അടുത്തടുത്തായി വെക്കണം, എന്നാലാണ് വൈബാവുള്ളൂ. അപ്പോൾ ഗൈസ്, ഇന്നത്തെ എടുത്തുള്ള എല്ലാവരും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യും. ഒറ്റൊരു മിനിറ്റ് ഗൈസ്. ഈ വീടിൻ്റെ മുകളിൽ ഒരു ഹെലികോപ്റ്റർ ഇരിപ്പുണ്ടല്ലോ, അത് ചെന്ന് ഓടിക്കാം. അത് ചെന്ന് ഓടിച്ചിട്ട് നമുക്ക് വീഡിയോ കൂടെ അവസാനിപ്പിക്കാം. ഹെലികോപ്റ്റർ ഈ പിഞ്ചാൻ ആദ്യമായിട്ട് ഹെലികോപ്റ്റർ ഓടിക്കാൻ പോണാണ്. ഷിൻജാനില്ലാണ്ട് വീട്ടിൽ ഒരാളും ഇല്ലാണ്ട് ഈ പിഞ്ചാൻ മാത്രമേ വീട്ടിലുള്ളൂ. അതുകൊണ്ട് ബോറടിക്കാണ്ട് ഞാൻ ഹെലികോപ്റ്റർ ഓടിച്ച്. യൂഹൂ. ഹെലികോപ്റ്റർ മാൻ ഓഫ് ദ ഇന്ത്യ കേരള. അതാണ് ഈ പിഞ്ചാൻ. ഹെലികോപ്റ്റർ ഞാൻ കയറാൻ പോണേ. യൂഹൂ. ഹെലികോപ്റ്റർ. എൻ്റെ ഹെലികോപ്റ്റർ എന്താ പറക്കാത്തത്? വാ, പറപ്പിച്ചേ. ശക്തി പിഞ്ചാൻ ശക്തി പിഞ്ചാൻ. ഞാൻ ഈ ബിൽഡിങ്ങിൻ്റെ മുകളിൽ ലാൻഡ് ചെയ്യാൻ പോണാണ് ഗൈസ്. നിങ്ങൾക്ക് അറിഞ്ഞാൽ വിശ്വസിക്കണം. കാരണം ഈ പിഞ്ചാൻ്റെ സ്കില്ലും വെച്ച് ഈ പിഞ്ചാൻ ലാൻഡ് ചെയ്യണല്ലേ ഗൈസ്. നിങ്ങൾ കണ്ടോ ഗൈസ്? ഈ പിഞ്ചാൻ പെർഫെക്റ്റ് ലാൻഡിങ് ആയിരിക്കും. കണ്ട ഗൈസ്, ഈ പിഞ്ചാൻ്റെ കഴിവിനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. പിഞ്ചാൻ ഇനി വലുതാകുമ്പോൾ പൈലറ്റ് ആവും ഗൈസ്. അതാണ് എൻ്റെ സ്കിൽ. ഞാൻ പൈലറ്റ് ആവും. ഹെലികോപ്റ്റർ പൈലറ്റ്. ഹെലികോപ്റ്റർ എന്താ വളക്കാൻ പറ്റാത്തത്? ഹെലികോപ്റ്റർ വളക്കാൻ പറ്റിയ ഹെലികോപ്റ്ററേ. വാവ്, കിടിലൻ രസം. നല്ല രസം. ഹെലികോപ്റ്റർ ഓടിക്കാൻ നല്ല രസം ഗൈസ്. നമുക്ക് ലാൻഡിങ്ങിൻ്റെ ലൊക്കേഷനിലോട്ട് എത്താം. വണ്ടിയാണെങ്കിൽ വളച്ചെടുക്കാൻ ഇത്തിരി പണിയുണ്ട് ഗൈസ്.
നമ്മൾ ലൈസൻസിലാണ് ഓടിച്ച് പഠിച്ചുകൊണ്ട് ഇത്തിരി പണിയാണ്. ഗൈസ്, നിങ്ങൾ വീട്ടിലൊന്നും പോയിട്ടേ ലൈസൻസിലാണ് ഓടിക്കല്ലേ. ഞാൻ പാരാഡൈവ് ചെയ്യാൻ പോവാണ്. യൂഹൂ, പാരാഡൈവ് സൂപ്പർ. അപ്പോൾ ഗൈസ്, ഇന്നത്തെ ഇവിടെ ഇത്രയുള്ളൂ. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ടാണ്. എല്ലാവർക്കും ഗുഡ് ബൈ.